ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2130. ഇന്ന് ഒക്ടോബർ മാസം 30-ാം തീയതി, ഈ ആണ്ടിലെ 303-ാമത്തെ ദിവസത്തിലെത്തി. എപ്പോഴെങ്കിലും കുറച്ചുകൂടി ഒന്ന് സ്വസ്ഥരായിട്ട് സ്വയം ഒന്ന് ചോദിക്കാവുന്ന, അന്വേഷിച്ച് അവനവനിലേക്ക് തന്നെ ഇറങ്ങേണ്ട ഒരു വസ്തുതയുണ്ട്. അല്പം കൂടി ഒരു വിശദീകരണം കിട്ടിയാൽ, വ്യക്തത കിട്ടിയാൽ നല്ലതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ യേശുവിനെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മത്സരത്തിനൊന്നും നമുക്ക് മുമ്പിൽ പുള്ളി പിടിതരുന്നില്ല. നമ്മളെ വിളിക്കുന്നുമില്ല, കൂട്ടിച്ചേർക്കുന്നുമില്ല. പിന്നെങ്ങനെയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുക? അല്ലേ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ യേശുവിനെ തോൽപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പം അതിശോക്തി ആവാം, അതിര് കടന്ന് പറയുന്നതാവാം. നിരന്തരം നമ്മൾ യേശുവിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് തോന്നുന്നു. ഒരു തിരുത്തുണ്ട്. നമ്മളെന്ന വാക്കൊന്ന് ഒഴിവാക്കി അവിടെ ഞാനെന്ന് മാത്രം ഏകവചനം ഉപയോഗിക്കേണ്ടി വരികയാണ്. നിരന്തരം ഞാൻ യേശുവിനെ തോൽപ്പിക്കുകയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ലേക്ക് എത്തുമ്പോൾ യേശു പറയുന്നുണ്ട്, ഒരു ദാസന്, ഒരു ഭൃത്യന് ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കുവാൻ, തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സംശയത്തിന് അല്പം പോലും സ്പേസ് ഇല്ലാത്ത വിധത്തിൽ ഉറപ്പോടെ യേശു പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഭൃത്യന് ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കുവാനോ തൃപ്തിപ്പെടുത്തുവാനോ ഒന്നും പറ്റില്ല. അത് പറഞ്ഞ യേശുവിനെയാണ് നിരന്തരം ഞാൻ, ഒരുപക്ഷെ നമ്മൾ ചിലരും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. യേശു ഈ ഒരു വചനം തിരുത്താൻ നിർബന്ധിതനായിട്ടുണ്ട്. അത് ഞാനും കൂടെ നിർബന്ധിക്കുന്നുണ്ട്. എനിക്കറിയാമല്ലോ, ഒരേ സമയത്ത് 2 യജമാനന്മാരെ അല്ല സേവിക്കാനും തൃപ്തിപ്പെടുത്താനും പറ്റുക. 2ന്റെ സ്ഥാനത്ത് 100ആണ്, 100-ന് മീതെയാണ്. അത്രത്തോളം നമ്മൾ സമർത്ഥരായി മാറിയിട്ടുണ്ട്. അത് യേശുവിന് എന്തുമാത്രം പ്രതികൂല ജീവിതമാണെന്ന് കൂടി ഒന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭാരമുണ്ടാവുക. 2-ഓ 3-ഓ വചനം താഴേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി യേശു തുറന്നു പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ? മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു. ശരിയാണ്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പിതാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നെന്നാ പറയുക. അപ്പൊ അവനവന്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ഒന്ന് കാണാനായിട്ട് എനിക്കിതുവരെയും ഹൃദയവുമില്ല, കണ്ണുകളുമില്ല. അവനവന്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ഒന്ന് കാണാനായിട്ട് എനിക്കെപ്പോഴായിരിക്കും ഹൃദയവും മിഴികളും ഒക്കെ ഉണ്ടാവുക? ഈ നല്ല പുലരിയിൽ അതുമായി ബന്ധപ്പെട്ടൊന്ന് വേദനിക്കാവോ? ഒന്ന് വ്യാകുലപ്പെടാമോ? അത് നല്ലൊരു പ്രാർത്ഥനയായി മാറും. ആമേൻ.